Hi students, once again welcome to our online class. So we are discussing about the application of Gauss law for the last a few lectures, right? And today we are dropping from that and moving on to the next important topic about potential. Okay, right, listen to me. ഇനി നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഭാഗത്തേക്ക് കടക്കുവാണ്. അവിടെ ഈ പൊട്ടൻഷ്യൽ ഫോർമുലേഷന് ചില അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്, റൈറ്റ്? നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കി ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം ആ പൊട്ടൻഷ്യൽ ഫോർമുലിസം നമ്മൾ നടപ്പിലാക്കാൻ, റൈറ്റ്? ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും രണ്ട് എൻറ്റിറ്റിയാണ്. ഡോണ്ട് കൺഫ്യൂസ് വിത്ത് ദാറ്റ്. നമുക്ക് കാണാം എന്താണ് രണ്ടും, നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം, അതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ലിസൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഈസ് ഓൾ അബൌട്ട് പൊട്ടൻഷ്യൽ. ഓക്കെ, ഐ വിൽ ഡിനോട്ട് ഇറ്റ് വിത്ത് വി. ഫൈൻ, പൊട്ടൻഷ്യൽ വി, അതെന്താണെന്നാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെ, ഇ എന്ന് പറയുന്ന ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചില പ്രത്യേകതകൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യു സപ്പോസ് ദർ ഈസ് എ ചാർജ് ക്യൂ at the origin of my coordinate system. Okay, this is my coordinate system and at the origin there is a charge q. No problem, right? Now suppose there is a 2 points A and B. Okay, this is the point A and this is the point B. Okay, അപ്പോൾ ഒരു ചാർജ് വെച്ചിട്ടുണ്ട് സ്പേസിൽ. ആ ചാർജ് വെച്ച ഭാഗത്താണ് ഞാൻ, ചാർജ് വെച്ച പോയിന്റാണ് ഞാൻ ഒറിജിനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കോർഡിനേറ്റിൻ്റെ ഒറിജിനിലാണ് ചാർജ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? അതിനുശേഷം രണ്ട് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു, എയും ബിയും. ഓക്കെ, നൗ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കുവാണ്. എന്താ ചെയ്യുന്നത്? റിമെമ്പർ ദാറ്റ് ഐ ആം മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. ഓക്കെ, അല്ലെങ്കിൽ നിൽക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഒരു ചാർജ് ക്യൂ ഇവിടെ വെച്ചല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ സറൗണ്ടിങ്സിൽ ഉണ്ടാവും അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ ഈ ക്യൂയുടെ സറൗണ്ടിങ്സിലേക്ക് മറ്റൊരു ചാർജ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ ക്യൂവും ഞാൻ കൊണ്ടുവരുന്ന ചാർജ് എന്ത് ചെയ്യും? ഇൻറ്ററാക്ട് ചെയ്യും അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കാൽക്കുലേറ്റ് ഓർ ഇവാലുവേറ്റ് ദിസ് ഇൻറ്റഗ്രേഷൻ. ഞാൻ പറയട്ടെ, ഈ എയിലേക്കുള്ള പൊസിഷൻ വെക്ടറിനെ ഞാൻ വിളിക്കുന്നു ആർ എ. ഓക്കെ, ഇതിലേക്കുള്ളത് ആർ എ. ബിയിലേക്കുള്ള പൊസിഷൻ വെക്ടറിനെ ആർ ബി. ഓക്കെ, അപ്പോൾ ആർ എ ആർ ബി ആണ് എയുടെയും ബിയുടെയും പൊസിഷൻ വെക്ടേഴ്സ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ഇൻറ്റഗ്രേറ്റ് ഫ്രം എ ടു ബി, ലൈൻ ഇൻറ്റഗ്രേഷൻ കാണാൻ പോവാണ്. അപ്പോൾ ക്യൂ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻറ്റഗ്രേഷൻ കാണാൻ പോവാണ്. എവിടെ മുതൽ എവിടം വരെ? എ മുതൽ ബി വരെ. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി ലൈൻ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫ്രം എ ടു ബി. എയുടെ പൊസിഷൻ വെക്ടർ ആർ എ ആണ്, സോ ആർ എ ടു ബിയുടേത് ആർ ബി ആണ്. ഓക്കെ, സോ ഐ ആം ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം എ ടു ബി, ലൈൻ ഇൻറ്റഗ്രേഷൻ ആണ്. ഓക്കെ, റൈറ്റ്, അത് വ്യക്തമാണ്. ആർ എ മുതൽ ആർ ബി വരെ എന്ന് പറഞ്ഞാൽ ലൈൻ ഇൻറ്റഗ്രേഷൻ ആണ്. എന്താ കാണുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റഗ്രേഷൻ ആണ്, ലൈൻ ഇൻറ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, സോ ദിസ് ഈസ് ദി ലൈൻ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ആർ എ ടു ആർ ബി ഓർ ഫ്രം എ ടു ബി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പാത്തിലൂടെയുള്ള എ മുതൽ ബി വരെയുള്ള ഈ ഒരു പാത്തിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻറ്റഗ്രേഷൻ ഞാൻ കാണാൻ പോവാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി
അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ക്യൂ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ ഡി എൽ എന്താ? യെസ്, ഈ എന്ന് ബിയിലേക്കുള്ള ഈ പാത്തിലെ ഒരു സ്മോൾ എലിമെന്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആര്? നിങ്ങളുടെ ഡി എൽ എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിൽ എക്സ്പ്രഷനും ഡി എല്ലിനുള്ള എക്സ്പ്രഷനും കണ്ടാൽ ഈ ഡോട്ട് ഡി എൽ കാണാൻ പറ്റും, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നും അതുപോലെ ഡി എൽ എന്താണെന്നും മനസ്സിലാക്കണം. ഓക്കെ, അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ചാർജ് ക്യൂവിൽ നിന്ന് ഡി എല്ലേക്കുള്ള ഡിസ്റ്റൻസ് ആറാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഡോട്ട് ഡി എൽ കാണുമ്പോൾ നമ്മൾ ഡി എല്ലിന്റെ ഇവിടെയാണ് നമ്മൾ ശരിക്കും ഈ ഇന്റഗ്രേഷൻ അർത്ഥം എന്താ? ഓരോ ഡി എല്ലിലും ഈ ഡോട്ട് ഡി എൽ കണ്ടിട്ട് ഏഡ് എടുക്കണം അല്ലേ? ഇവിടെ ഈ ഡോട്ട് ഡി എൽ കാണും അല്ലേ? അത് പ്ലസ് ഇവിടുത്തെ ഈ ഡോട്ട് ഡി എൽ, അങ്ങനെ ഓരോ സ്ഥലത്തും ഈ ഡോട്ട് ഡി എൽ ഈ ഡോട്ട് ഡി എൽ കണ്ടിട്ട് ഏഡ് ചെയ്തെടുക്കും. അതാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ഇവിടെ ഇപ്പൊ ഞാൻ ഡി എൽ ഇവിടെ വരച്ചത്, അവിടത്തേക്കുള്ള പൊസിഷൻ വെക്ടർ ആറാ. അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിലുള്ള എക്സ്പ്രഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കണം. എന്താ വരുക? ഒരു ചാർജ് ക്യൂ അല്ലേ? കാരണം ആർ ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വേഷൻ എന്താ? വി നോ ദാറ്റ് അല്ലേ? ഒരു പോയിന്റ് ചാർജ് ക്യൂ കാരണം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വേഷൻ ഇ ഈക്വൽ ടു എന്താണ്? യെസ്, 1/4πε0 ക്യൂ കാരണമുള്ളതാണ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ആർ സ്ക്വയർ ആർ ക്യാപ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഈ പോയിന്റില് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള എന്തെന്ന് ഈ ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. ഇനി എന്തായിരുന്നു ഡി എൽ? ഡി ആർ ആർ ക്യാപ് പ്ലസ് ആർ ഡി തീറ്റ തീറ്റ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഫൈ ക്യാപ്. അഗൈൻ ലിസൺ ഹിയർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടഫായിട്ടൊന്നും തോന്നില്ലായിരിക്കും. ബട്ട് ഒരു പ്രോബ്ലം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെ നമുക്കറിയാം, ഒരു ചാർജ് കാരണമുള്ള ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടു 1/4πε0 Q/r² ആർ ക്യാപ്പ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആർ എന്ന് പറഞ്ഞ കോർഡിനേറ്റിലാണ് ഉള്ളത് അല്ലേ? ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ എക്സ് വൈ സെഡ് അല്ലേ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുത്തത്. പക്ഷെ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് എഴുതിയിരിക്കുന്നത് ആറിലാണ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ് ശരിക്കും എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ആർ സ്ക്വയർ എഴുതുന്നതിന് പകരം ആർ സ്ക്വയർ എന്താ ശരിക്കും ഓർമ്മയുണ്ടോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് ആർ സ്ക്വയർ. അപ്പൊ അങ്ങനെ എഴുതണമായിരുന്നു. അപ്പൊ ആർ ക്യാപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യണം. ബട്ട് അത് നമുക്ക് ഡിഫിക്കൽട്ടായ ടാസ്ക് ആണ്. നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെയാണ് ഒരുപാട് കാര്യമായിട്ട് പഠിക്കുന്നത്, ആറിന്റെ ടേമിലാണ് അല്ലേ? ആർ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ്. ശരിയല്ലേ? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഏറ്റവും എളുപ്പം ആർ തന്നെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ്. വെറുതെ ആർ സ്ക്വയർ പിടിച്ചിട്ട് എക്സിന്റെയും വൈന്റെയും സെന്റിന്റെയും ടേമിലേക്ക് കൊണ്ടുവരണ്ട. ഓക്കെ, പകരം നമ്മൾ ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഡി എല്ലിനാ ശരിക്കും ഡി എൽ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ഡി എൽ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ് എന്നാ അല്ലേ? ശരിക്ക് ഇതാ ഡി എൽ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യനിൽ ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ് എന്നാണ് അല്ലേ? കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ. ക്ലിയർ അല്ലേ? ഫൈൻ. പക്ഷേ ഞാൻ ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ എനിക്ക് എടുക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് ആറിലാണ്. അപ്പൊ ഡി എല്ലും നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ എടുക്കണം അല്ലേ? അങ്ങനെ ഡി എല്ലിനുള്ള സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ എക്സ്പ്രഷൻ ആണ് ഡി ആർ ആർ ക്യാപ് പ്ലസ് ആർ ഡി തീറ്റ തീറ്റ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഫൈ ക്യാപ്. ഓക്കെ, ഇത് ഓർമ്മയില്ലെങ്കിൽ യു ഹാവ് ടു റെഫർ ഫസ്റ്റ് ചാപ്റ്റർ. വെക്ടർ അനാലിസിസ് ഞാൻ പറഞ്ഞു, ആ പാഠം ഫസ്റ്റ് എടുക്കുന്നതിന് അതിനെ കൊണ്ടാണ്. ഇങ്ങോട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് ഓർമ്മയില്ലാത്തവർ സ്പെറിക്കൽ പോളാറിൻ്റെ എൻ്റെ ലെക്ചർ ഉണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് കാണാം. ഓക്കെ, നൗ ഡി എല്ലും ഇയും കിട്ടി. വാട്ട് ഈസ് ഇ ഡോട്ട് ഡി എൽ? ദെൻ യു ഫൈൻഡ് ഔട്ട് ഇ ഡോട്ട് ഡി എൽ. നമുക്ക് ഇ ഡോട്ട് ഡി എൽ അല്ലേ ഇന്റഗ്രേറ്റ് ഉണ്ട്. ഇ ഡോട്ട് ഡി എൽ എന്താ കിട്ടുക? ഒന്ന് ശ്രദ്ധിച്ചാണ്. ഇയാളുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാവുന്ന കാര്യം?
ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ്പ് 1 ആണ്. പകരം ആർ ക്യാപ് ഡോട്ട് തീറ്റ ക്യാപ്പ് 0 ആണ്. ആർ ക്യാപ് ഡോട്ട് ഫൈ ക്യാപ്പ് 0 ആണ്. ഓക്കെ, ഏതുപോലെ ഐ ക്യാപ്പും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 1 ആണ്. ഐ ക്യാപ്പും ജെ ക്യാപ്പും എടുക്കുന്നെങ്കിലോ 0 ആണ്. ഐ ക്യാപ്പും കെ ക്യാപ്പും എടുക്കുന്നെങ്കിലോ 0 ആണ്. ശരിയല്ലേ? സോ സിമിലർലി ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ്പ് 1 ആണ്. ആർ ക്യാപ്പിനെ തീറ്റ ക്യാപ്പുമായിട്ടും ഫൈ ക്യാപ്പുമായിട്ടും എടുത്താൽ 0 ആണ്. ശരിയല്ലേ? അപ്പൊ ഇയും ഡി എല്ലും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ്പ് 1 ആണ്. അപ്പൊ ഫസ്റ്റത്തെ ടേം ഉണ്ടാവും. ഇനി അടുത്ത ഇ ഡോട്ട് ഡി എടുക്കുമ്പോൾ ഇയാളുമായിട്ട് ഡോട്ട് എടുക്കണം. ആർ ക്യാപ് ഡോട്ട് തീറ്റ ക്യാപ് 0 ആയി. അപ്പൊ ഈ ടേം ഉണ്ടാവില്ല. ആർ ക്യാപ് ഡോട്ട് ഫൈ ക്യാപ് 0 ആയി. അപ്പൊ തീറ്റയുടെയും ഫൈയുടെയും ടേം ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത ശേഷം ഉണ്ടാവില്ല. കാരണം ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. ആർ ക്യാപ്പും ഫൈ ക്യാപ്പും ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? 0 ആണ്. അപ്പൊ ആകെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ ഇതിൽ എക്സിസ്റ്റ് ചെയ്യും ആര് മാത്രമാണ്? നോക്കിക്കോളെ, 1/4πε0 q by r square into r cap dot r cap 1 ആണ്. ഇവിടെ dr ഉണ്ട്. യെസ്, ഓക്കെ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ്പ് 1 ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടും ഇ ഡോട്ട് ഡി എൽ. ബാക്കി ഇത് ഇൻറ്റു ഇത് പിന്നെ ആർ ക്യാപ് ഡോട്ട് തീറ്റ ക്യാപ് 0 ആകുമ്പോൾ മൊത്തം എന്തായി? 0 ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതാണ് 1/4πε0 q by r square into dr. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിച്ചോളേ. This is equal to integral from RA to RB. E dot d എന്താ? Yes, 1/4πε0 q by r square dr. This can be easily evaluated. No risk at all. Okay, എന്താ വരിക നോക്കിക്കോളൂ. That is equal to, I can take q by 4πε0 outside because it's a constant. q by ഈ ക്യൂവും അടിയത്തെ 4πε0യും പുറമെടുത്തു. ബാക്കി ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഫ്രം ആർ എ ടു ആർ ബി എന്താ ഉള്ളത്? q by 4πε0 വന്നാൽ dr by r square ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ 1/r square into dr. r ആണ് ഫംഗ്ഷൻ അല്ലെ? ആറിലാണ് ഫംഗ്ഷൻ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ആർ തന്നെയാണ്. അപ്പോൾ ഒരു റിസ്ക്കും ഇല്ല. ഇത് നേരിട്ട് നമുക്ക് ഈസിലി ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? എന്താ കിട്ടുക? 1/r squareൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? ഈ ആർ സ്ക്വയർ മേലെ പോയാൽ r⁻² ആവും അല്ലേ? ഇൻ്റഗ്രൽ r⁻² എന്താ? r⁻² + 1/-2 + 1. ഇൻ്റഗ്രേഷൻ +2 ഓർമ്മയില്ലേ? r⁻² + 1 എന്താ? -2 1 കൂട്ടിയാൽ -1 ഡിവൈഡ് ബൈ -2 1 കൂട്ടിയാൽ -1. അല്ലെങ്കിൽ ഇതെന്ത് വരും? മൈനസ് അടിയിലിടുന്ന മേലിടുന്ന സെയിം ആണ്. -1/r. ഓക്കെ, സോ ദിസ് ഈസ് -1/r. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. ദിസ് ഈസ് ഈക്വൽ ടു q by 4πε0 1/r square dr ഇൻ്റഗ്രേഷൻ -1/r ആണ് നമ്മളിപ്പോൾ കണ്ടു അല്ലേ? r⁻² ആണ്. അപ്പോൾ r⁻² + 1. അപ്പോൾ r⁻1 അതാണ് 1/r ഡിവൈഡഡ് ബൈ -2 + 1 -1 ഉണ്ടാവും. ആ മൈനസ് ആണിത്. ഓക്കെ, യു ഹാവ് ടു അപ്ലൈ ലിമിറ്റ് ഫ്രം RA to RB. ദാറ്റ്സ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോളൂ, q by 4πε0 ശ്രദ്ധിക്കണേ, -1/r ആറിന് പകരം RB കൊടുക്കണം. RB. ഓക്കെ, മൈനസ് അല്ലേ? ഫസ്റ്റത്തെ അപ്പർ ലിമിറ്റ് കൊടുത്തിട്ട് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ ആയതുണ്ടത് അല്ലേ? അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ഇവിടെ RA കൊടുക്കണം. അപ്പം -1/RA. ഓക്കെ, അപ്പോൾ ഈ മൈനസും നമ്മുടെ മുമ്പത്തെ മൈനസും, അതായത് ഈ രണ്ടും എന്തായി? പ്ലസ് ആയി അല്ലേ? ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആയി. ഓക്കെ, നമുക്ക് RAനെ ഫസ്റ്റ് ഇട്ടിട്ട് RBനെ അപ്പുറത്തിട്ടെ. അപ്പോൾ 1/RA - 1/RB എന്ന് എഴുതി കൂടെ? സോ ദിസ് ഈസ് നത്തിങ് ബട്ട് q by 4πε0 1/RA - 1/RB. ഓക്കെ, അതാണ് എന്തെന്ന് ലെഫ്റ്റ് സൈഡ് ഉള്ളത്? ഇൻ്റഗ്രൽ RA to RB E dot dl. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ ഇതാണ്. ക്ലിയർ അല്ലേ? ഞാൻ യു സപ്പോസ് ഇനി ചെറിയൊരു കാര്യം,
ഞാനിപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചെയ്ത എന്താണ്, അല്ലെങ്കിൽ എ നിന്ന് ബിയിലേക്കുള്ള ലൈൻ ഇന്റഗ്രലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. എവിടുന്ന് എവിടത്തേക്ക്? ഫ്രം എ ടു ബി ലൈൻ ഇന്റഗ്രലാണ് അല്ലേ? ആർ എ മുതൽ ആർ ബി വരെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രലാണ് ചെയ്തത്, ശരിയല്ലേ? ഒരു പക്ഷേ ഞാൻ എന്ന് ബിയിൽ പോയി തിരിച്ച് ബി നേലേക്ക് തന്നെ വന്നു. അപ്പൊ എൻ പോയിന്റ് സ്റ്റാർട്ട് പോയിന്റും എ തന്നെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആർ എയും ആർ ബിയും അല്ലെങ്കിൽ ഫൈനൽ പോയിന്റ് ആർ ബി എന്ത് തന്നെയാണ്? ഇതാ എ പോയിട്ട് തിരിച്ച് എയിലേക്ക് തന്നെ വന്നു അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർ ബി ഈക്വൽ ടു എന്താണ്? ആർ എ തന്നെയാണ്. അപ്പൊ 1/r വരും. 1/r മൈനസ് 1/r എന്താ? 0 അല്ലേ? അപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രേഷൻ ത്രൂ എ ക്ലോസ്ഡ് പാത്ത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതൊക്കെ മയക്കട്ടെ, കാൽക്കുലേഷൻ നമുക്ക് ഇനി ആവശ്യമില്ലല്ലോ. നോക്കോളെ, എന്താ മനസ്സിലായത്? എ മുതൽ ബി വരെ എ ഡോട്ട് ഡി എല്ലിന്റെ എക്സ്പ്രഷൻ ഇതാണ്. ഇനി തിരിച്ച് ഞാൻ ബിന്ന് എയിലേക്ക് തിരിച്ചു വന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ആർ ബി ഈക്വൽ ടു എന്തായിരിക്കും? ആർ എ ആയിരിക്കും. അങ്ങനെ ആർ ബി ഈക്വൽ ടു ആർ എ ആയാൽ അതൊരു ക്ലോസ്ഡ് പാത്ത് ആയില്ലേ? ആയില്ലേ? എന്ന് ബിയിൽ പോയി തിരിച്ച് എവിടെ തന്നെ എയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, അതെന്താ വരുക? ഇവിടെ ആർ ബിക്ക് പകരം ആർ എ തന്നെ കൊടുക്കണം. അപ്പോൾ 0 ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് റിസൾട്ട് സ്പീക്സ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഈ ഒരു റിസൾട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്താണ്? 0 ആണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ നിൽക്കുക. നമ്മളെ ലൈൻ ഇന്റഗ്രലിന്റെ റിസൾട്ട് ഇങ്ങനെയാണ്. എ നിന്ന് ബിയിലേക്ക് പോയപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ എൻ പോയിന്റ്സ്. ആർ എ ആർ ബിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് ക്യൂ ചാർജ് ഇവിടെ വെച്ചതാണ്, ശരിയല്ലേ? ബാക്കിയൊക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രേഷനെ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ ആർ എയും അതിന്റെ എൻ പോയിന്റ് ആയിട്ടുള്ള ആർ ബിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ബിയിലേക്ക് വന്നു. ഓക്കെ, സപ്പോസ് യു ടേക്ക് അനദർ പാത്ത്. എങ്ങനെ എ എന്ന് ബിയിലേക്ക് പോവാൻ? നമ്മളിപ്പോ ഈ വഴിയാ പോയത് അല്ലേ? ഞാൻ അടയാളപ്പെടുത്താം. ഇത് പാത്ത് 1, ഇത് പാത്ത് 2. ഓക്കെ, ഞാൻ പാത്ത് 1 കൂടിയാണ് ആദ്യം പോയത്, എന്നിട്ട് കിട്ടിയ ഇക്വേഷൻ ആണിത്, ശരിയല്ലേ? ഞാൻ പാത്ത് 2 കൂടെ പോയാലും ഇതേ എക്സ്പ്രഷനാണ് കിട്ടുക. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, ആർ എ ആണ്, എൻ പോയിന്റ് ബി ആണ്, ആർ ബി ആണ്. കറക്റ്റ് അല്ലേ? സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് തരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം, ഏറ്റവും രസകരമായ കാര്യം എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രേഷൻ എൻ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. മറക്കരുത്, ഇലക്ട്രിക് ഫീൽഡ് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഏത് പാത്ത് കൂടെയും പോവാം. എൻ പോയിന്റ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ പാത്ത് കൂടെ നിങ്ങൾ എ എന്ന് ബിയിൽ പോയാലും രണ്ടാമത്തെ പാത്തിലൂടെ എ എന്ന് ബിയിലേക്ക് എത്തിയാലും ഇന്റഗ്രേഷന്റെ റിസൾട്ട് സെയിം ആയിരിക്കും. അത് ഇവിടുന്ന് മനസ്സിലായതാ. ഓക്കെ, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് പാത്ത് ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണ്. ഇത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യത്തിലല്ല, ഈ ഒരു ഇന്റഗ്രേഷൻ ലൈൻ ഇന്റഗ്രേഷൻ എടുത്ത സമയത്ത്, ഫസ്റ്റത്തെ ചാപ്റ്ററിൽ എടുത്ത സമയത്ത് ഇതൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്ത് കാണുക. ഓർമ്മയില്ലെങ്കിൽ ഇനി കണ്ടിട്ടില്ല എന്തായാലും കാണുക. ഓക്കെ, അതൊക്കെ യൂട്യൂബിലുണ്ട്. ഫൈൻ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇക്കാര്യം മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പ്രത്യേകം എടുത്ത് പഠിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഞാൻ എ എന്ന് ബിയിലേക്ക് പോയി തിരിച്ച് ബി എന്ന് എയിലേക്ക് വന്നാൽ അതിന്റെ എൻ പോയിന്റും സ്റ്റാർട്ട് പോയിന്റ് എൻ പോയിന്റും സെയിം ആയി. അതുകൊണ്ട് തന്നെ ആർ ബി ആർ എ ആവും. അപ്പൊ ഇത് 0 ആവും. എന്നുവെച്ചാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ 0 ആണ്. നിങ്ങൾ എ എന്ന് ബിയിലേക്ക് പോയി ബി എന്ന് എയിലേക്ക് രണ്ടാമത്തെ വഴി കൂടെ വന്നു വിചാരിക്കും. അപ്പൊ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ് അല്ലേ? ലൈൻ ഇന്റഗ്രൽ എ ടു ബി ചെയ്തു, പിന്നെ ബി ടു എ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. അതെന്താണ്? ഈ ഇക്വേഷൻ പ്രകാരം 0 ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഫീൽഡിനാ നമ്മളൊരു പേരിട്ട് വിളിക്കും. ഓർമ്മ ഉണ്ടോ?
നമ്മൾ കൺസർവേറ്റീവ് ഫീൽഡ് ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിക്കേ ഓർമ്മ അറിയില്ല. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? കൺസർവേറ്റീവ് ആണ്, മറക്കരുത്. ബിക്കോസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ E.dl ഈക്വൽ ടു 0. ഓക്കെ, അത് കിട്ടാൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, കൺസർവേറ്റീവ് ആണെങ്കിൽ ഒരു കാര്യം നമുക്ക് കാണിക്കാൻ പറ്റും, അതിൻ്റെ ഡെൽ ക്രോസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ 0 ആയിരിക്കും. നമുക്ക് നോക്കാം, ഇവിടെ അത് കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മയക്കുവാണേ, അല്ലേ വേണ്ട, ഇതാ ഇവിടെ തന്നെ എഴുതാം. നിങ്ങൾ ഇതിപ്പോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ് ആണല്ലോ. ഓക്കെ, ഇതൊരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചിട്ട് ലൈൻ ഇൻ്റഗ്രേഷനാ സർഫേസ് ഇൻ്റഗ്രേഷൻ ആക്ക്. അപ്പം എന്താ വരിക നോക്കിക്കോളേ. ലൈൻ ഇൻ്റഗ്രൽ E.dl അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്സ് തിയറം അല്ലെ, അപ്ലൈ വിച്ച് തിയറം? സ്റ്റോക്സ് തിയറം. അഗെയിൻ ഇതൊക്കെ ഒന്നാമത്തെ പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്സ് തിയറം എന്താണുള്ളത് അല്ലെ, ഗോസസ് ഡൈവേർജൻസ് തിയറം ഓർമ്മയില്ലേ? വോളിയം ഇൻ്റഗ്രേഷനെ സർഫേസ് ഇൻ്റഗ്രേഷനെ ബന്ധിപ്പിച്ച സംഗതി. അതുപോലെ ലൈൻ ഇൻ്റഗ്രേഷനെ സർഫേസ് ഇൻ്റഗ്രേഷനെ റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ സ്റ്റോക്സ് തിയറം എന്നാണ് നമ്മൾ പറഞ്ഞത്. വാട്ട്സ് ദാറ്റ് ലെക്ചർ? ഓക്കെ, അപ്പോൾ ഇത് ലൈൻ ഇൻ്റഗ്രേഷൻ ആണ്. അതിനെ സർഫേസ് ഇൻ്റഗ്രേഷൻ ആക്കുമ്പോൾ നോക്കിക്കോളെ നിങ്ങൾ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് ലൈൻ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഡെൽ ക്രോസ്, ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് ആണ് ഇത്, മൾട്ടിപ്ലിക്കേഷൻ അല്ല, ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഡെൽ ക്രോസ് ഇ സർഫേസ് ഇൻ്റഗ്രേഷൻ ആണ് DA. ഓക്കെ, ഫൈൻ. അറിയാം ലൈൻ ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ E.dl 0 ആണ് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഡോട്ട് ഉണ്ട്. യെസ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. DA എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ ക്ലോസ്ഡ് E.dl കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ആദ്യം എയിൽ നിന്ന് ഒന്നാമത്തെ പാത്തിലൂടെ ബിയിലെത്തി. ഓക്കെ, തിരിച്ച് ബിയിൽ നിന്ന് രണ്ടാമത്തെ പാത്തിലൂടെ എയിലേക്ക് എത്തി. ഓക്കെ, അതാണ് ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ E.dl. അതെന്താണ്? ഇന്റഗ്രേഷൻ ചെയ്താൽ റിസൾട്ട് വരിക 0 ആണ്. നമുക്ക് അറിയാം, നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചു അല്ലെ, RAയും RB ഈക്വൽ ആവും 0 ആവും. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞേ. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഇനി അങ്ങനെ ആ ക്ലോസ്ഡ് പാത്ത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഉണ്ട് അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ. ഓക്കെ, ആ ഏരിയയിലെ സ്മോൾ എലിമെന്റൽ ഏരിയ ആണ് ആര്? സ്മോൾ ഏരിയ ആണ് ഏത്? DA. ഓക്കെ, അപ്പോൾ ഇത് ഈ ബൗണ്ടറി ഉൾക്കൊള്ളുന്ന ഈ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഈ ഏരിയയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള സ്മോൾ ഏരിയ ആണ് ശരിക്കും എന്തെന്ന് നിങ്ങളുടെ DA. ഓക്കെ, മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ആ DA 0 അല്ല, അത് ക്ലിയർ ആണ്. ഓക്കെ, DA ഈസ് നോട്ട് 0. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് എന്താ കിട്ടുക? ദിസ് ഇംപ്ലൈസ് ഡെൽ ക്രോസ് E ഈക്വൽ ടു 0. Del cross E equal to 0. Again another beautiful result. Okay, അപ്പോൾ ഈ രണ്ടും പൊതുവെ ആരുടെ പ്രോപ്പർട്ടിയാണ്? യെസ്, കൺസർവേറ്റീവ്. ഓക്കെ, അപ്പോൾ ബാക്കി കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഞാൻ മയക്കുവാണ്. എന്താ ചെയ്തത്? ലൈൻ ഇൻ്റഗ്രൽ E.dl 0 നമുക്കറിയാം അല്ലേ. ലൈൻ ഇൻ്റഗ്രലിനെ എന്താക്കി മാറ്റി? യൂസിങ് സ്റ്റോക്സ് തിയറം ഞാൻ സർഫേസ് ഇൻ്റഗ്രൽ ആക്കി അല്ലേ. E.dl എന്തായി മാറും? ഡെൽ ക്രോസ് DA എന്നാവും. ഓക്കെ, അത് 0 ആണ്, നമ്മൾ ഇവിടുന്ന് കിട്ടിയതാണ്. ഓക്കെ, 0 ആണ്. അങ്ങനെയാണ് ഡെൽ ക്രോസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ കാൽക്കുലേഷൻ എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആ റിസൾട്ട് മാത്രമേ ഇനി ആവശ്യമുള്ളൂ. അതുകൊണ്ട് ബാക്കിയൊക്കെ മായ്ച്ച് കളയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തെളിയിച്ചു, ഇതും തെളിയിച്ചു, അത് ഇതിൽ നിന്ന് സ്റ്റോക്സ് തിയറി ഉപയോഗിച്ച് ഇതും തെളിയിച്ചു. ഓക്കെ, ബോത്ത് സ്പീക്സ് വാട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് ആണല്ലോ. നൗ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ പോകുന്നത്. ഓക്കെ, യു ജസ്റ്റ് ഫോളോ മീ. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്യാൻ പോകണം. ആക്ച്വലി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, വി ക്യാൻ ആഡ് എ ടേം. Yes, electric, not gravitational potential or something else. It is electric potential. Okay. Now, ഇക്കാര്യം ഓർമ്മിച്ച് വെച്ചോളൂ. ഓക്കെ, നമുക്കിനി ഈ ചിത്രമൊക്കെ മാറ്റി ഒന്നുകൂടെ വരയ്ക്കാം. അതിൽ ലേബൽ ചെയ്ത് കഴിഞ്ഞില്ലല്ലോ, നമുക്കത് മാറ്റി വരയ്ക്കാം. ഇതൊക്കെ മായ്ക്കട്ടെ. യെസ്,
ലിസൺ ടു മീ. ഞാൻ വീണ്ടും ഒരു ചാർജിനെ ഒറിജിനിൽ വെക്കാം. ആയിക്കോളെ, ലിസൺ. This is my coordinate and here is my charge q. Okay, fine. ഒരു പോയിന്റ്, I will call this point A, another point, this point A, this is B. രണ്ടും ഗ്യാപ്പിൽ എടുക്കാം. Okay, now ഞാൻ ചെയ്യുന്ന കാര്യം, എയിൽ നിന്ന്, A is my reference point. പോയിന്റ് എ ഞാൻ വിളിക്കുന്ന പേരെന്താണ്? റഫറൻസ് പോയിന്റ്. ഓക്കെ, ദിസ് ഈസ് മൈ റഫറൻസ് പോയിന്റ്. ഓക്കെ, അങ്ങനെ ഒരു റഫറൻസ് പോയിന്റ് നിന്ന് ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കുകയാണ്. ഓക്കെ, എന്താണ് എന്താ ഞാൻ പറഞ്ഞത്? നമ്മൾ എന്താ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഒരു റഫറൻസ് പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ മൂവ് ചെയ്യിക്കുന്നത് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനാണ്. അല്ല, ഇവിടെ ക്യൂ വെച്ചിട്ടുണ്ട്, അതിനെ മറന്നു പോരുത്. ഓക്കെ, അപ്പോൾ ക്യൂയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഞാൻ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്. ദാറ്റ് മീൻസ് അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഡു സം എമൗണ്ട് ഓഫ് വർക്ക്. അല്ലേ, ഇവിടെ ക്യൂയുടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സോ അവിടെ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിനെതിരെ ഓപ്പോസിറ്റായിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് വേണം ഈ ഡിസ്റ്റൻസിലൂടെ മൂവ് ചെയ്തിട്ട് റെഫറൻസ് പോയിന്റിൽ നിന്ന് എവിടെ എത്താൻ? ബിയിലേക്ക് എത്താൻ. അല്ലേ, ഈ ഒരു പാത്തിലെ സ്മോൾ ഡിസ്റ്റൻസ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി എൽ എന്ന് വിചാരിക്കും. ഓക്കെ, ഡി എല്ലേക്കുള്ള ദൂരം ആറാണ്. എയിലേക്കുള്ള ദൂരം നേരത്തെ പോലെ RAയും ബിയിലേക്കുള്ളത് RB ആണ്. ഓക്കെ, ഫൈൻ. ലിസൺ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. എന്താണ്? ഒരു ക്യൂ ചാർജ് വെച്ചിട്ടുണ്ട്. ആ ചാർജിൻ്റെ സറൗണ്ടിങ്സിൽ ഞാൻ ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും ബിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, റിമെമ്പർ ദാറ്റ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഓക്കെ മൂവ് ചെയ്യിക്കുന്നു. ശരിയല്ലേ? ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തിലെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി എൽ. ഇതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. ആ ഡി എല്ലിന്റെ പൊസിഷൻ വെക്ടർ R ആണ്, എയുടെ പൊസിഷൻ വെക്ടർ RA ആണ്, ബിയുടെ പൊസിഷൻ വെക്ടർ RB ആണ്. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, നൗ ഇനിയാണ് നമ്മുടെ കാര്യം. എന്താണ്? ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യാണ്. വി നീഡ് ടു ഡു സം എമൗണ്ട് ഓഫ് വർക്ക്. ഓക്കെ, ഒരു DL ലെങ്ത് മൂവ് ചെയ്യിക്കാൻ ഞാൻ ചെയ്യേണ്ട വർക്ക്, സ്മോൾ വർക്ക് DW എത്രയാണ്? വർക്ക് എങ്ങനെയാണ് കാണുക? F.dl ആണ് അല്ലേ? സ്മോൾ വർക്ക് F.dl. കറക്റ്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഈ ഇക്വേഷൻ ആദ്യമായിട്ട് കാണുന്നതാണോ? അല്ലല്ലോ, റൈറ്റ്. അപ്പോൾ ഒരു DL ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട വർക്ക് എത്രയാ? F.dl ആണ്. നിങ്ങൾ സാധാരണ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഇങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. ഇവിടെ എസിന് പകരം DL ആണ് ഡിസ്പ്ലേസ്മെന്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ F.dl. ഓക്കെ, സോ സ്മോൾ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം through a distance dl is F.dl. Clear? Now ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്? ഈ ക്യൂയുടെ ഇലക്ട്രിക് ഫീൽഡിലാണ് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെതിരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫോഴ്സ് കൊടുക്കേണ്ടത്. ശരിയല്ലേ? അത് ആക്ച്വലി ഈ F എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? -E ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്കൊരു കാര്യം അറിയാം. എഫ് നിങ്ങൾ കൊടുക്കേണ്ട ഫോഴ്സ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട ഫോഴ്സ് മിനിമം എത്ര ഫോഴ്സ് കൊടുക്കണം ഈ ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ? ഇവിടെ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡിന് ഈക്വലും അതിന് ഓപ്പോസിറ്റും കൊടുത്താലേ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന് ഈക്വലും അതിന് ഓപ്പോസിറ്റും ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -E ആണ്. ശരിയല്ലേ? അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ DW സമയം എന്ത് കിട്ടും നമുക്ക്? എഫിന് പകരം -E കൊടുക്കാം. ഓക്കെ, .dl.
ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസ് ഇ കൊടുത്തത്. ഓക്കെ, യെസ്, മൈനസ് ഇ ഡോട്ട് ഡി എൽ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ചാർജിന യൂണിറ്റ് പോസിറ്റീവ് ചാർജിന. ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ എങ്ങനെ ഇ എടുത്തു? ഇല്ല, മൂവ് ചെയ്യിക്കുന്ന ചാർജ് ഏതാ? ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണേ. ഓക്കെ, അല്ലടോ, ഞാൻ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കുന്നത് ഏത് ചാർജിനെയാ? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? റൈറ്റ്. അതുകൊണ്ടാണ് എഫ് ഈക്വൽ ടു ഇ നേരിയത്. ഓക്കെ, മൈനസ് ഇ നേരിയത്. അത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ചാർജിനെ ഞാൻ ഡി എൽ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യിക്കണം. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് മൂവ് ചെയ്യിക്കുന്നത്. ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ചാർജിന് മേലെ കൊടുക്കേണ്ട മിനിമം ഫോഴ്സ്, ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിൻ്റെ മേലെ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഈക്വൽ ആണ്. ഇനി മൂവ് ചെയ്യിക്കണേ, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് കൊടുക്കണം. അതുകൊണ്ട് എഫ് ഈക്വൽ ടു മൈനസ് ഇന്ന് എഴുതാം. അത് നമ്മളെ വർക്കിൻ്റെ എക്സ്പ്രഷനിൽ കൊടുത്താൽ മൈനസ് ഇ ഡോട്ട് ഡി എൽ കിട്ടും. ഓക്കെ, റിമെമ്പർ, ഇവിടെ ഇ കൊടുത്തത് എഫ് മാറ്റി ഇ കൊടുത്തത് യൂണിറ്റ് പോസിറ്റീവ് ആയതുകൊണ്ടാണ്. കാരണം യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ മേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എഫ്, അതിനെന്താ നമ്മൾ വിളിക്കാറ്? ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് വിളിക്കാറ്, അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണത്. ശരിയല്ലേ? റൈറ്റ്. എനിവേ, അങ്ങനെയാണെങ്കിൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഏത് ബിയിലേക്ക് എത്തിക്കാൻ വേണ്ട ടോട്ടൽ വർക്ക് എങ്ങനെ കിട്ടും? ജസ്റ്റ് ഇന്റഗ്രേറ്റ് എവിടെ നിർത്തും വരെ? എ ടു ബി. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ വർക്ക് കിട്ടും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഇന്റഗ്രേറ്റ് ദിസ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇ ഡോട്ട് ഡി എൽ കാണണം. യെസ്, ഇ ഡോട്ട് ഡി എൽ തൊട്ട് മുമ്പത്തെ കൺസർവേറ്റീവ് പറയുന്ന സമയത്ത് ഞാൻ ഇ ഡോട്ട് ഡി എൽ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. നോക്കിക്കോ, ഇ എന്താ? ഇ ക്യൂ കാരണം ഇ 1/4πε0 Q/r² ഇൻറ്റു ആർ ക്യാപ്. ഡി എൽ എന്തായിരുന്നു? ഡി എൽ, യെസ്, ഡി ആർ ആർ ക്യാപ് പ്ലസ് ആർ ഡി തീറ്റ തീറ്റ ക്യാപ്. ഓക്കെ, പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഫൈ ക്യാപ്. ഇതെല്ലാം ഡി എൽ, ഓർമ്മയില്ലേ? യെസ്. ഇനി ഇ ഡോട്ട് ഡി എൽ എന്താ വരുക? ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ്പേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി തീറ്റ ക്യാപ്പ് ഫൈ ക്യാപ്പ് ഒക്കെ ആർ ഡോട്ട് ആർ ക്യാപ്പ് ആയിട്ട് ഡോട്ട് പെട്ടത് 0 ആയി പോകും. അതുകൊണ്ട് ഇതിൻ്റെ ഇ ഡോട്ട് ഡി എൽ ചെയ്താൽ 1/4πε0 Q/r² ഇൻറ്റു ഇവിടെ ഡി ആർ ഉണ്ട്, ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ് 1 ആണ്. അപ്പോൾ ഇതാണ് ഇതൊന്ന് ഇ ഡോട്ട് ഡി എൽ. അതെടുത്ത് ഇവിടെ കൊടുക്കുക. ഇതൊരു മൈനസിനെ പുറത്തേക്ക് ഇടാം. മൈനസ് ഇൻറ്റഗ്രൽ ആർ എ ടു ആർ ബി ഇ ഡോട്ട് ഡി എൽ എന്താണ്? 1/4πε0 Q/r² ഇൻറ്റു ഡി ആർ ഈക്വൽ ടു Q/4πε0 പുറത്തെടുക്കാം. ഓൾറെഡി മൈനസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കും. മൈനസ് ഇവിടെ ഉണ്ട്. ക്യൂവും 4πε0 പുറത്ത് വന്നാൽ Q/4πε0 ഇൻറ്റഗ്രൽ ആർ എ ടു. ദീസ് സ്റ്റെപ്സ് ആർ സിമിലർ ടു ദി ഏർലിയർ ടോപ്പിക്. നമ്മൾ മുമ്പ് പറഞ്ഞ ടോപ്പിക്കിലെ സ്റ്റെപ്സുമായിട്ട് സാമ്യമുള്ള സ്റ്റെപ്സ് ആണ്. അതുകൊണ്ടാണ് സ്പീഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻ്റഗ്രേഷൻ ഒരിക്കൽ ചെയ്തതാണ്. ഒരു മൈനസ് വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ Q/4πε0 ബാക്കി 1/r² ഡി ആർ. ശരിയല്ലേ? 1/r² ഇൻ്റഗ്രേഷൻ മൈനസ് 1/r ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് Q/4πε0 ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ? യെസ്, മൈനസ് 1/r ഫ്രം ആർ എ ടു ആർ ബി. ഓക്കെ, ക്ലിയർ? ഇനി ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. സാധാരണ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് കൊണ്ടുള്ള എഫക്റ്റ് നമ്മൾ ഇൻഫിനിറ്റിയിലാണ് 0 എന്ന് പറയാറ്, അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു പോയിൻ്റാണ് ഞാൻ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാറ്. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ കേസ് പല അപ്ലിക്കേഷനിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യത്തിൽ ഈ റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഓക്കെ, ഫൈൻ. ഇലക്ട്രിക് ഫീൽഡ് റെഫറൻസ് പോയിന്റ് ഏതായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ബട്ട് റിമെമ്പർ ദാറ്റ് എപ്പോഴും അങ്ങനെ ഇൻഫിനിറ്റി തന്നെ എടുക്കണം എന്നില്ല. അത് അക്കോർഡിംഗ് ടു ദ പ്രോബ്ലം
നമ്മുടെ ഫ്രീഡമാണ് ഏതാണ് റഫറൻസ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, യൂഷ്വലി ഇൻഫിനിറ്റിയിലാണ് ഈ ചാർജ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0 ആണല്ലോ. അതുകൊണ്ട് തന്നെ റഫറൻസ് പോയിന്റ് ഞാൻ എടുക്കുന്നത് ഏതാണ്? ഇൻഫിനിറ്റിയാണ്. നിങ്ങൾ പ്ലസ് ടുവിൽ പൊട്ടൻഷ്യൽ പഠിച്ചപ്പോൾ അതിനുള്ള നിർവചനം പഠിച്ചത് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ, യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. അവിടെ ഇൻഫിനിറ്റിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞത്, എന്തല്ല റഫറൻസ് പോയിന്റ് എന്നല്ല. നമ്മൾ അതിനെ മോർ ജനറൽ ആക്കി. ഇൻഫിനിറ്റി എന്ന് പറയാതെ ഒരു റഫറൻസ് പോയിന്റ് നിന്ന് ബിയിലേക്കാണ് നമ്മൾ ചാർജിനെ കൊണ്ടുവരുന്നത്. ക്ലിയർ അല്ലേ? ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് ദിസ് റഫറൻസ് പോയിന്റ് ഈസ് ഇൻഫിനിറ്റി. അല്ലാത്ത കേസ് ഉണ്ടാവും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രോബ്ലം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, എനിവേ ഞാൻ ചെയ്ത് കാണിക്കും. ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇൻഫിനിറ്റി അല്ലാതെ റഫറൻസ് പോയിന്റ് എടുക്കുന്നത്. ബട്ട് സാധാരണ നമ്മൾ ഇൻഫിനിറ്റി എടുക്കാറ്. സോ ഈ RA എന്നുള്ളത് എനിക്ക് എന്താക്കാം? ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്നാണ് ഞാൻ ചാർജിനെ കൊണ്ടുവരുന്നത്. ബിയിലേക്ക് ചാർജിനെ കൊണ്ടുവരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ദിസ് RA ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ മൈനസ് പുറമേക്ക് എടുത്താൽ അത് പ്ലസ് ആവും. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കോളെ, 1/4πε0 ഇവിടെ ക്യൂ ഉണ്ട്, ബൈ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്ത 1/RB. അത് ക്യൂവിൻ്റെ അടിയിലിട്ടു. 1/RBനെ ക്യൂവിൻ്റെ അടിയിലിട്ടു, കുഴപ്പമില്ലല്ലോ. മൈനസും മൈനസും പ്ലസ് ആയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, മൈനസും മൈനസും ഓൾറെഡി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ വരുക? 1/4πε0 Q/RB മൈനസ് എന്തുണ്ടാവും? 1/∞ വരും. ലോവർ ലിമിറ്റ് കൊടുക്കണ്ടേ? 1/∞ എന്താ അല്ലേ? ഇത് ശരിക്ക് -1/∞ എന്നുണ്ട്. 1/∞ 0 ആണ്, അതുകൊണ്ട് അത് എഴുതിയില്ല. സോ വി ഗെറ്റ് എൻ എക്സ്പ്രഷൻ 1/4πε0 Q/RB ആണ് വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ റഫറൻസ് പോയിന്റ് ടു ബി. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എന്താ ശരിക്കും? യെസ്, work done to move a unit positive charge from a reference point to a point in electric field. ഓക്കെ, ഇവിടെ ആ പോയിന്റ് ഏതാണ്? ബി ആണ്. ഓക്കെ, സോ ലിസൺ, നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് എടുത്തത് ഇതാണ്. ഓക്കെ, എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? വർക്കാണ്. ഏത് വർക്ക്? വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ റെഫറൻസ് പോയിന്റ് ടു എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ക്യൂയുടെ ഇലക്ട്രിക് ഫീൽഡിലുള്ള പോയിന്റ് ആണ് ബി. ഓക്കെ, ഇത് ബി എന്നുള്ളത് നമ്മൾ എടുത്ത പോയിന്റ്. ഓക്കെ, പോയിന്റ് ഇൻ ബി. ക്ലിയർ അല്ലേ? അതാണ് 1/4πε0 Q/RB. RB എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് ബി ആണ്. ക്ലിയർ അല്ലേ? ഫൈൻ. ഒരു കാര്യം പറയട്ടെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു റഫറൻസ് പോയിന്റിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലെ മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ ചെയ്യേണ്ട ടോട്ടൽ വർക്കാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് വാട്ട്? electric potential. Okay, so what is electric potential? It is the work done to move a unit positive charge from a reference point to that point. Okay, നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ബിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ. ഓക്കെ, അതാണ് പറയേണ്ടത്. ഓക്കെ, റൈറ്റ്. സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു നോക്കിയാണ്. എന്താ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ റെഫറൻസ് പോയിന്റ്. മോസ്റ്റ് ഓഫ് ദ കേസ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. നിങ്ങൾ പ്ലസ് ടു അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവും. ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഏത് പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് വേണ്ടത്? ദാറ്റ് പോയിന്റ്. ഓക്കെ, ഓർ എ റെഫറൻസ് പോയിന്റ് ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. സോ പൊട്ടൻഷ്യലിനുള്ള ഡെഫിനിഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ക്ലിയർ അല്ലേ? സോ പൊട്ടൻഷ്യൽ കാണാനുള്ള എക്സ്പ്രഷൻ ഇതാ. നമ്മൾ വി കൊണ്ടാണ് പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്കിതൊക്കെ മായ്ച്ചിട്ട് വിയുടെ എക്സ്പ്രഷൻ മാത്രം ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, എന്താ വി? എന്താ മായ്ക്കുവാണേ? ഓർമ്മയില്ലേ? എന്താ വി? എന്താ?
പൊട്ടൻഷ്യൽ V ഈക്വൽ ടു 1/4πε0 Q ബൈ ഇവിടെ ബിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ RB ആണ്. ഓക്കെ, ജനറലി ഒരു R ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യലാണ് വേണ്ടതെങ്കിൽ R വരും. നമ്മൾ ബിയിലെ പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ടാണ് നേരത്തെ എക്സ്പ്രഷൻ അടിയിൽ RB വന്നത്. ഒരു R എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ R വരിക. Okay, so this is the potential 1/4πε0 Q by R. R cap ഉണ്ടോ? ഇല്ല. നമ്മൾ കിട്ടിയിരിക്കുന്നത് വർക്കാണ്. That is a scalar quantity. അല്ലേ, മറക്കരുത്. അപ്പോൾ പൊട്ടൻഷ്യൽ അതെന്താണ്? ഒരു സ്കേലാർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വി എ നമ്മൾ ചില കാര്യ സമയത്ത് സ്കേലാർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, നൗ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഫോർമുലിസം ഞാൻ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, ഇങ്ങനെ ഒരു നിർവചനം കൊണ്ടുവന്നിട്ട് ഈ ഒരു പൊട്ടൻഷ്യൽ ഫോർമുലിസം നടത്തിയത് എന്തുകൊണ്ടാണ്? അതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പൊട്ടൻഷ്യൽ ഒരു സ്കേലാറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ഫീൽഡാണ്. അല്ലേ, വെക്റ്റർ ആവുമ്പോൾ അവിടെ നിങ്ങൾ സാധാരണ അഡീഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്കേലർ ആണ് 2 + 3 5 വേഗം കഴിയും. അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ആവുമ്പോൾ വെക്റ്റർ അഡീഷൻ ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡിന് കമ്പണൻസ് ഉണ്ടാവും. അല്ലേ, I ഡയറക്ഷൻ, J ഡയറക്ഷൻ, K ഡയറക്ഷൻ. ഇറ്റ് ഈസ് ടു കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഡിഫിക്കൽട്ട് ഫോർ us in vector notation, right? At the same time, scalar calculations are more simple. Okay, അതുകൊണ്ട് തന്നെ ഈ പൊട്ടൻഷ്യൽ ഫോർമുലിസം നമുക്ക് കുറച്ചും കൂടെ നമ്മളെ കാൽക്കുലേഷൻ ഈസി ആക്കി മാറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. പൊട്ടൻഷ്യൽ ഫോർമുലിസം നമ്മൾ കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങളെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതായിട്ട് കാര്യം ഇതാണ്. നമ്മളെ മൊത്തം കാൽക്കുലേഷന് പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ എന്ത് ചെയ്യും? സിംപ്ലിഫൈഡ് ചെയ്യും. പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ അവർ ഓൾ കാൽക്കുലേഷൻ ബിക്കം മോർ ആൻഡ് മോർ സിംപ്ലർ. ഈ പൊട്ടൻഷ്യലിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ മുമ്പൊക്കെ ഈ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചൊക്കെ കണ്ടില്ലേ? നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഗോസിൽ ഉപയോഗിച്ച് അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടിട്ടുണ്ട്. അല്ലേ, അപ്പോഴൊക്കെ നമുക്ക് വലിയ വലിയ ചില ഇൻ്റഗ്രേഷൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. കൂളംസ് ലോയിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് കാണാം, ബട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യണം. വെക്റ്റർ ആണ്, ഇ ആണ്. അല്ലേ, അത് വെച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഡിഫിക്കൽട്ട് ഉണ്ട്. അത് പകരം പൊട്ടൻഷ്യൽ കാണാൻ വേഗം കഴിയും. സ്കേലർ ആയതുകൊണ്ട് പൊട്ടൻഷ്യലിന് ഇലക്ട്രിക് ഫീൽഡ് വളരെ സിമ്പിളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ സ്കേലാർ ആയിട്ടുള്ള ഈ പൊട്ടൻഷ്യലിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയും ഉണ്ട്. ഓക്കെ, അതാണ് ഈ പൊട്ടൻഷ്യലിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി ഡാറ്റ അബൌട്ട് ദാറ്റ് സിസ്റ്റം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, സിമ്പിളറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതാണ് പൊട്ടൻഷ്യലിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി എന്തായാലും എങ്ങനെ ഇലക്ട്രിക് ഫീൽഡിനെ പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്യിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ എന്തായാലും ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. സോ വി വിൽ സീ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ബ്യൂട്ടിഫുൾ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക പൊട്ടൻഷ്യലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓർ പൊട്ടൻഷ്യൽ ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ റെഫറൻസ് പോയിന്റ് ടു ദാറ്റ് പോയിന്റ്. ഏത് പോയിന്റിലെ പൊട്ടൻഷ്യൽ ആകേണ്ടത് ആ പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക്. ഓക്കെ, റിമെമ്പർ മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് റെഫറൻസ് പോയിന്റ് ക്യാൻ ബി ചൂസൺ ആസ് ഇൻഫിനിറ്റി. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, റൈറ്റ്. സോ അടുത്ത ക്ലാസ് കാണാം. അതുവരേക്കും ഇന്ന് പറഞ്ഞത് പഠിക്കുക. അതുപോലെ മുമ്പ് നമ്മൾ ആ സ്പെറിക്കലിലൊക്കെ ചില ഇക്വേഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ഉറപ്പിച്ച് വെക്കുക. Okay, see you in next class. Thank you.